സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നപ്പോൾ നമ്മൾ വലിയ വിവാദമുണ്ടാക്കി, തർക്കമുണ്ടാക്കി, അങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമായിരുന്നു. പക്ഷേ അങ്ങനെ ഭേദഗതി ബില്ല് കൊണ്ടുവന്നതും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അത് വിവാദമായി നിലനിർത്തിയപ്പോൾ തന്നെ പുതിയ വാർത്തകളാണ് കേരളത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി തീവ്രവാദികളെ കേരളത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. ഒരാൾ വന്ന് ഇവിടെ ആശാരിയുടെ വേഷത്തിൽ, അതായത് വീട് പണിയ കാർപ്പൻ്ററുടെ വേഷത്തിൽ ഇവിടെ ജീവിച്ച്, വേഷമെന്ന് പറഞ്ഞാൽ ആ കാർപ്പൻ്റർ ജോലി ചെയ്തുകൊണ്ട് കണ്ണൂരിൽ ജീവിച്ചു. അദ്ദേഹത്തെ പോലീസ് പിടിച്ചു. അദ്ദേഹം തീവ്രവാദിയുമായി ബന്ധമുള്ള ആളായതുകൊണ്ട് പോലീസ് കൊണ്ടുപോയി, NIA പിടിച്ചു. ഇപ്പോൾ കാണുന്നത് പുതിയൊരു വിശേഷം എന്ന് പറയുന്നത് ബംഗ്ലാദേശികൾ ധാരാളമായി വ്യാജരേഖകളുമായി വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കി വ്യാജരേഖകളുമായി ബംഗ്ലാദേശികൾ ഒരുപാട് വന്നിട്ടുണ്ട്. സർവ്വ സ്ഥലത്തും ബംഗാളികൾ വരുന്ന പോലെ തന്നെ ബംഗാളികൾ വരുന്നു. അവരോടൊപ്പം ബംഗ്ലാദേശികളായിട്ടുള്ള ഒരുപാട് ആളുകൾ കേരളത്തിലും ഇന്ത്യയിലും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവർ ധാരാളമായി ഇവിടെ വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ വട്ടിയൂർക്കാവിനടുത്തുള്ള നെട്ടയത്ത് നിന്ന് 3 തൊഴിലാളികളെ പിടികൂടി. അവരുടെ താമസ സ്ഥലത്ത് നിന്ന് പിടികൂടി. അവരെ ബ്രഹ്മോസിന് സമീപത്തിൽ നിന്ന് ഒരാളെ പിടികൂടിയത്, വേറെ 2 പേരെയും അല്ലാതെ പിടികൂടി. അന്യസംസ്ഥാന കൃത്യമായ കണക്കെടുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളുടെയും തൊഴിൽ വകുപ്പിൻ്റെയും കയ്യിലില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. പെരുമ്പാവൂരിൽ ജിഷ കേസ് വന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഒരു ആസാമിയാണ് ഇത് ചെയ്തത്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ 3,50,00,000 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിലെത്ര ലക്ഷം ആളുകളാണ് വിദേശത്ത് മീൻസ് നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അന്യ രാജ്യങ്ങളിൽ നിന്നും ഇവിടെ വന്നിരിക്കുന്നത്. ബംഗാൾ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി പണം നൽകി ആധാറൊക്കെ ഒപ്പിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നഗരത്തിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ബംഗ്ലാദേശികളുടെ സാന്നിധ്യമുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ബംഗ്ലാദേശികൾ കൂടെ വന്നുകൂടാന്നൊന്നുമില്ല. പക്ഷേ ഔപചാരികമായി ഒഫീഷ്യലായി പാസ്പോർട്ട് എടുത്ത് അല്ലെങ്കിൽ രേഖകൾ കൊണ്ട് വന്ന് ഇവിടെ ജീവിക്കാം. ഏതെല്ലാം രാജ്യത്താരെല്ലാം പോയി ജീവിക്കുന്നു. പക്ഷേ ഇത് വ്യാജമാണ്. ഗൗരവമായിട്ടൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ എന്നൊരു വാദവുമുണ്ട്. ഒന്നാമതായി ബംഗ്ലാദേശ് സ്വദേശിയായിട്ടുള്ള ഗർമി പ്രണോബിനെ 31 വയസ്സാണ് പേട്ട പോലീസാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ പ്രതിയെ വിശദമായി പരിശോധിച്ചെങ്കിൽ ഒന്നും കണ്ടെത്താനായില്ല. ഇയാളെ ഫോൺ കൂടുതൽ പരിശോധനയ്ക്കായി പ്രണോബ് റോയി എന്ന് പറയുന്ന പ്രണോബ് റോയി എന്ന പേരിലാണ് ആധാർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആധാറൊക്കെ ചെറിയ വ്യത്യാസത്തിൽ ആധാർ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആധാർ നമുക്ക് വലിയ ആധികാരികമായ യൂണിക് ID എന്ന് പറഞ്ഞ് വളരെ ആധികാരികം എന്ന് പറഞ്ഞതൊക്കെ മാറുന്ന ഒരു സ്ഥിതിയിലാണ് വന്നിരിക്കുന്നത്. സംയുക്തമായ പരിശോധന തദ്ദേശ സ്വയംഭരണ വകുപ്പും തൊഴിൽ വകുപ്പും കൂടി സംയുക്തമായ പോലീസും ചേർന്നിട്ട് സംയുക്തമായ പരിശോധന നടത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് വിദേശത്തു നിന്ന് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ ജോലിക്ക് വരുന്നവരുടെ പേര് ഒരു ആർക്കൈവിലോ അല്ലെങ്കിൽ ഒരു പോർട്ടലിലോ രജിസ്റ്റർ ചെയ്യണം എന്ന നിയമം ഉണ്ടാവാത്തത്? ഇപ്പോൾ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടല്ലോ, വന്നല്ലോ. പക്ഷേ അവിടെ ഒരു നിയമമുണ്ട്. അവിടെ നിന്ന് ആരെങ്കിലും പുറത്ത് തൊഴിലിന് കൊണ്ടുപോകണമെങ്കിൽ കൃത്യമായി പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്തൊരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണം. എന്തുകൊണ്ട് ഇവിടെ അങ്ങനെ നടക്കുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. ഫിസിക്കലി പോയി തന്നെ പഞ്ചായത്തിൽ വന്ന് ആരെങ്കിലും ജോലി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ ആളുകളെ കൊണ്ടുവരികയാണെങ്കിൽ വളരെ കൃത്യമായൊരു സ്ക്രീനിങ് ഇവിടെ നടത്താൻ നമുക്ക് കഴിയുന്നില്ല. ഇതിനിടയിലൂടെ തീവ്രവാദികളും കടന്നു കയറുന്നു. ന്യൂനപക്ഷത്തിൻ്റെ പേരുമെല്ലാം പറഞ്ഞ് ന്യൂനപക്ഷ മതത്തെ തന്നെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലുള്ള പല ആളുകളും ഇവിടെ കടന്നു വരുന്നുണ്ട്. എന്തായാലും വളരെ ഗൗരവമായ വിഷയമാണ്. സംസ്ഥാന ഇൻ്റലിജൻസ് ഈ ചോദ്യം ചെയ്യുകയും ബയോമെട്രിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു ഈ പിടിച്ചവരെ. പക്ഷേ ഇപ്പോൾ തെളിവൊന്നും വലുതായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് വലിയ സൂചനയാണ്. ഈ ഓണ സമയത്തൊക്കെ ധാരാളം ആളുകൾ ബിസിനസ്സെന്നും തൊഴിലെന്നും ഒക്കെ പറഞ്ഞ് ധാരാളം പേര് കേരളത്തിൽ വന്നിട്ടുണ്ട്. ബംഗ്ലാദേശികളെയും ബംഗാളുകാരുടെയും ഗൾഫാണ് കേരളം എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് വേണം കാര്യങ്ങളെ കാണാൻ. പക്ഷേ അതിൽ ഒരുപാട് തീവ്രവാദികളും മതതീവ്രവാദികളും ഒക്കെ കടന്നു കയറുന്നുണ്ട്. അത് നമുക്ക് ചെറുത്തേ കഴിയൂ. കേരളം അങ്ങനെ ഒരു നാടല്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമുക്ക് പിടിക്കേണ്ടതുണ്ട്. അതിനുള്ള സംയുക്ത പരിശോധന മാത്രം പോരാ, നടപടിക്രമങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് തൊഴിൽ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പോലീസ് വകുപ്പ്, പിന്നെ എക്സൈസ്, ലഹരിയുമായിട്ടുള്ള കാര്യങ്ങൾ എക്സൈസ് വകുപ്പ്, ഈ 3-4 വകുപ്പുകൾ കൂടി ഇത് ചെയ്യേണ്ടതാണ്. വളരെ കൃത്യമായ സമിതികൾ പഞ്ചായത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ബംഗ്ലാദേശികളുടെ നുഴഞ്ഞുകയറ്റം നമുക്ക് പുറക്കാവുന്നതല്ല. നേരായ മാർഗത്തിൽ ആരോ ഈ രാജ്യത്ത് വന്ന് ജോലി ചെയ്ത് പൊക്കോട്ടെ സംസ്ഥാനത്തും. പക്ഷേ ഇങ്ങനെ വരുന്നവരെ നമുക്ക് കൈകാര്യം ചെയ്യുക തന്നെ വേണം. അതിന് ഭരണകൂടം കൃത്യമായി തയ്യാറാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.